ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയാൻ ഇത് മാരുതി സുസുക്കി ആൾട്ടോ K10 ആണ്. അപ്പോൾ ഇതിന്റെ ബ്രേക്കിന് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീൽ സിലിണ്ടർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രേക്ക് ലൈനറും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലൈനർ എങ്ങനെയാണ് മാറുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി അഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ലൈനർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് ലൈനർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് കേബിൾ ഒക്കെ സ്റ്റക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ഹാൻഡ് ബ്രേക്ക് കേബിളും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ലൈനർ സെറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ വീൽ സിലിണ്ടർ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കേബിളും കാര്യങ്ങളൊക്കെ പുതിയതാണ് കിടക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ലൈനർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ലൈനർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോ ഇതിന്റെ പുതിയ ഹാൻഡ് ബ്രേക്ക് സൈഡ് ലൈനർ, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ലൈനറാണ് വരുന്നത്. അപ്പൊ ഈ ഹാൻഡ് ബ്രേക്ക് സൈഡിലെ ലൈനറിന്റെ ഈ ലിവർ പക്ക ഫ്രീ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. പുതിയത് വന്നാലും ചിലപ്പോൾ ചെറിയ ടൈറ്റ് കാണും, കാരണം ഇത് ഇച്ചിരി കൂടെ അകത്തോട്ട് ഈ ലോക്ക് അകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൈറ്റ് വരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ ലൂബ് ചെയ്തിട്ട് അല്ലെങ്കിൽ WD-40 ഓയിലോ എടുത്തിട്ട് അത് ഫ്രീ ആക്കിയതിനു ശേഷം ആ ഓയിൽ കറക്റ്റ് ആയിട്ട് തന്നെ തുടച്ചു വിടുക. ഇതേപോലെ ഫ്രീ ആയിരിക്കണം ഇതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ സൈഡ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയത് വന്നാലും ചിലതിന് ചെറിയ ടൈറ്റ് കാണാൻ നമ്മൾ ഫ്രീ ആക്കി ഇടുക. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഇതിന്റെ ബ്രേക്കും അഡ്ജസ്റ്റും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഇത് നമ്മൾ തുടച്ചിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് ഗ്രീസ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ പ്ലേറ്റ്, ഈ ഒരു പ്ലേറ്റ് വരുന്നത് ഇതിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റും കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഈ രണ്ട് പ്ലേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലൈനർ തീരുന്നതിനനുസരിച്ച് ബ്രേക്ക് അഡ്ജസ്റ്റ് ആവുള്ളൂ. അപ്പൊ ഈ പ്ലേറ്റ് ഇടുന്നത് ഇതിന്റെ ഇടയ്ക്കായിട്ടാണ് ഇടുന്നത്. ഈ ഹോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഇടുന്നത്. അതായത് ഇങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അതിനുശേഷം ഇത് ആണ് ഇടേണ്ടത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതിനകത്ത് ത്രെഡ് ജാം ഉണ്ടോ നോക്കുക. നമ്മളിപ്പോ ഇത് ഫ്രീ ഇതിന്റെ അഴുക്കും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ലൂബ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇത് ഫുള്ളായിട്ട് കറങ്ങുന്നതാണോ നോക്കുക. ഇതിനകത്ത് ത്രെഡ് ജാം ആയിട്ട് ഇരിപ്പുണ്ടോ നോക്കുക. അപ്പൊ ഫുള്ള് ടൈറ്റ് ചെയ്യുക, ഒരു ശകലം മുന്നിലോട്ട് വെക്കുക, ഇതിനകത്തോട്ട് കയറ്റി വിടുക. ഇങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വെക്കുന്നത്. ബാക്കിയുള്ള ഗ്രീസും കാര്യങ്ങളൊക്കെ തുടച്ചു കളയുക. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ പ്ലേറ്റ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് ഇതിനെ തള്ളും. ഇതിനെ തള്ളുമ്പോൾ ഇത് മുകളിലോട്ട് വരും. ഇത് മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു ടീത്തിനെ തള്ളി ബ്രേക്കിനെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ആയി അങ്ങനെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതിന്റെ ബ്രേക്കിന്റെ ആ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ലൈനർ തീരുന്നതിനനുസരിച്ച് ഓരോ ബ്രേക്കിങ്ങിലും അതിനനുസരിച്ച് കയറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാം. ലൈനർ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഹാൻഡ് ബ്രേക്ക് സൈഡ് ലൈനറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഹാൻഡ് ബ്രേക്ക് കേബിളിൽ ഇത് അറ്റാച്ച് ആക്കി ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് കയറ്റി ഇടാനായിട്ട് കൈകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം പുതിയ ഹാൻഡ് ബ്രേക്ക് കേബിൾ ആയതുകൊണ്ട് സ്പ്രിങ്ങിന് ഇച്ചിരി ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലെയർ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് അതിനുശേഷം ഈ സ്പ്രിങ് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് നോസ് പ്ലെയർ വെച്ചിട്ട് ഈ സ്പ്രിങ്ങിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യിച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. ഇനി ഈ പ്ലെയർ മാറ്റി അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് കേബിൾ എടുക്കുക. ഹാൻഡ് ബ്രേക്ക് കേബിളിന്റെ ഈ ഒരു വെട്ട് കറക്റ്റായിട്ട് ഇതിൽ കയറ്റി വിട്ടതിന് ശേഷം പ്ലെയറിങ് മാറ്റുക. ഇത് കറക്റ്റായിട്ട് ഇവിടെ ലോക്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്യാം. ഇനി നമുക്ക് ഇടേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇടേണ്ടത്. അതുപോലെ തന്നെ ഈ ടൈപ്പുള്ള സ്പ്രിങ് ആയിരിക്കും ഈ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നത്. അപ്പോൾ അത് കയറ്റിയിടാനായിട്ട് ഇതിന് രണ്ടൊരു നീളം കൂടിയ നീളം കുറഞ്ഞ ഭാഗം വരും. നീളം കൂടിയ ഭാഗം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ അടിയിടെ കയറ്റിയിടുക. അതിനുശേഷം ഈ സ്പ്രിങ് ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തുക. ഇതിന്റെ താഴത്തെ ഹോളിൽ ലോക്ക് ചെയ്ത് നിർത്തുക. ഈ ഹോളിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവെക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ സ്പ്രിങ്ങിന് പൊസിഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. അപ്പോൾ ഈ നീളമുള്ള ഭാഗം ഇവിടെ ആയിരിക്കും വരുന്നത്, നീളം കുറഞ്ഞ ഭാഗം ഇവിടെ ആയിരിക്കും വരുന്നത്. അത് കറക്റ്റായിട്ട് നോക്കി വിടുക. ഇനി നമുക്ക് ഈ സ്പ്രിങ് ആണ് ഇടേണ്ടത്. ഈ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇങ്ങനെ തള്ളിയിട്ട് ഈ സ്പ്രിങ് കറക്റ്റായിട്ട് ഇവിടെ കയറ്റി വിടുക. ജസ്റ്റ് ഇങ്ങനെ തള്ളിയിട്ട് കയറ്റി വിടുക. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് ഈ ഭാഗത്തെ ലൈനറാണ് ഇടേണ്ടത്. അതായത് നമ്മൾ സ്പ്രിങ് വലിച്ചു കയറ്റി കുത്തി ഇടുന്നതിന് പകരം കറക്റ്റായിട്ട് സിമ്പിളായിട്ട് ഇത് ഇടാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രിങ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ ഈ ഒരു പോർഷനിലോട്ട് കൊണ്ടുവച്ചതിന് ശേഷം ഈ ഒരു ലോക്ക് ഇതിനകത്തോട്ട് തള്ളിയിട്ട് വെട്ടിൽ കറക്റ്റായിട്ട് കയറ്റിയിടുക. ഈ സ്പ്രിങ് അങ്ങനെ കിടന്നോട്ടെ. നമുക്ക് ലാസ്റ്റ് ഈ സ്പ്രിങ് ഇടാം. അതിനുശേഷം ഈ സ്പ്രിങ് ഇടുക.
അതിനുശേഷം നമ്മൾ ഈ സ്പ്രിങ് ഇവിടെ കണക്ട് ചെയ്തു, ഈ സ്പ്രിങ് ഇവിടെ കണക്ട് ചെയ്തു. അതിനുശേഷം വീൽ സിലിണ്ടറിൽ കറക്റ്റായിട്ട് കയറ്റി വിടുക. വെട്ട് കറക്റ്റ് ആണോ എന്ന് തന്നെ നോക്കുക. ഈ വെട്ട് ഇവിടെ കയറ്റി വിടുക, ഇവിടെ കയറ്റി വിടുക. ഇപ്പോൾ വീൽ സിലിണ്ടറിന്റെ വെട്ടിലും കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അതിനുശേഷം ഈ സ്പ്രിങ് ഇവിടെ ചാടിയിട്ടുണ്ട്, ഇവിടെ ഇടുക. ഇവിടെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ലോക്കാണ് ഇടേണ്ടത്. നമ്മൾ ഈ ലോക്ക് ഇട്ടു, പിന്നെ പ്രസ് ചെയ്തിട്ട് തിരിക്കുക, പ്രസ് ചെയ്യുക, തിരിക്കുക. ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിനകത്തോട്ട് കയറ്റിയിടുക, ഈ വെട്ടിനുള്ളിലോട്ട് കയറ്റിയിടുക. അതിനുശേഷം ഈ ലോക്കും നമുക്ക് ലൈനറിന്റെ ലോക്കും ഫിറ്റ് ചെയ്യും. ഹാൻഡ് ലോക്ക് ഫിറ്റ് ചെയ്ത് താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റും കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ നോക്കുക. ഓരോ സ്പ്രിങ്ങിന്റെ പൊസിഷൻ കറക്റ്റ് ആണോ നോക്കുക. ഈ സ്പ്രിങ്ങിന്റെ പൊസിഷൻ കറക്റ്റ് ആണോ നോക്കുക. ഈ സ്പ്രിങ് നോക്കുക, ഈ സ്പ്രിങ് കറക്റ്റ് ആണോ നോക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിങ് ആണ്. ഈ ഒരു സ്പ്രിങ് ഇടാനായിട്ട് സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇതിനെ ഈ മൈനസ് കൊണ്ട് ഇതിന്റെ അടിയിൽ ഒന്ന് പിടിച്ചിട്ട് ഈ ഹോളിലോട്ട് കറക്റ്റ് കയറ്റി വിടുക. കയറ്റി വിട്ടതിന് ശേഷം ഇവിടെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഈ സ്പ്രിങ് കറക്റ്റായിട്ട് ഇതിനകത്ത് ഉള്ളിലായിട്ട് കയറി കിടക്കും. ഇത് മേളത്തെ സ്പ്രിങ്, ഇത് ഈ സൈഡിൽ വരുന്നത്. ഇത് കറക്റ്റാണ് ലോക്കാണോ നോക്കുക, ഇതും കറക്റ്റാണ് നോക്കുക, ഇത് സെന്റർ ആണോ നോക്കുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നോക്കുക. വീൽ സിലിണ്ടർ അതുപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വീൽ സിലിണ്ടർ വെട്ട്, ഈ കാണുന്ന വെട്ട് ലൈനറിന്റെ കറക്റ്റ് വെട്ടിലാണോ കിടക്കുന്നത് രണ്ട് സൈഡിലും നോക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ലൈനർ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ലൈനറിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡ്രം ആണ് വേണ്ടത്. ഡ്രം കറക്റ്റ് ബ്രേക്ക് അഡ്ജസ്റ്റിങ് ഇപ്പോൾ ഇച്ചിരി ഫ്രീ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആക്കാൻ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈനറിനെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഒത്തിരി കൂട്ടരുത്. 2 ത്രെഡ് ലൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോഴും ഫ്രീ ആണ്. ഫ്രീ ആയിരിക്കണം, ഒത്തിരി ഫ്രീ ആവാൻ പാടില്ല. ഇപ്പോ ഒരു ശകലം ടൈറ്റ് കൂടുതൽ ചുറ്റിങ് എടുത്തേ. ഇപ്പൊ ഒരു ശകലം ടൈറ്റ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്ത് നോക്കുക ഫ്രീ ആണോ എന്നുള്ളത്. നമുക്കൊരു പൊട്ടിക്കൂടെ ലൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ലൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ചെറിയ മനസ്സിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രേക്ക് ഒരു ശകലം കൂടുതലാണ്. അപ്പം ബ്രേക്ക് നമുക്ക് കുറച്ച് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ അങ്ങോട്ടാണ് ഇങ്ങനെയാണ് പ്രസ് ചെയ്തത്, അകത്തോട്ട് നമ്മൾ ത്രെഡ് കയറ്റി. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് ത്രെഡ് കയറ്റുന്നത്. ഇങ്ങോട്ട് നമ്മൾ ത്രെഡ് കയറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന പ്ലേറ്റിനെ നമ്മൾ ശകലം ബാക്കിലോട്ട് ഇങ്ങനെ ഒരു ശകലം ഈ ത്രെഡിൽ നിന്ന് ഇതിന്റെ കണക്ഷൻ വിടിയിച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ഈ പ്ലേറ്റ് അങ്ങോട്ട് പോകും. ഈ പ്ലേറ്റ് തട്ടിപ്പോയിട്ട് ഈ സാധനം ഈ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ചെറിയ പ്ലേറ്റ് തട്ടിപ്പോകും. അതായത് നമുക്ക് നോക്കിയാലേ മനസ്സിലാവും. നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ പ്ലേറ്റ് ബാക്കിലോട്ട് പോകുന്നതാണ്. പക്ഷേ അതേസമയം നമുക്ക് കൂട്ടാനായിട്ട് സിമ്പിളാണ്, ഇങ്ങോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിലൊന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം മാത്രം ഒരു ശകലം ബ്രേക്ക് കറക്റ്റായിട്ട് എത്രയാണോ വേണ്ടത് കുറച്ച് വിടുക. ഇപ്പൊ അത് ലോക്കായിട്ടാണ്. ഇനി നമുക്ക് ഡ്രം ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഫ്രീ ആണ്. ഈ ഒരു ഫ്രീ വേണം, എന്നാൽ ലൈനർ ഒരേന്ന ആ ഒരു സൗണ്ടും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും വേണം, ഫ്രീ ആയിരിക്കുകയും വേണം. ഇനി നമുക്ക് ഇതിന്റെ നട്ടും കാര്യങ്ങളും ഇടാം. നട്ടും കാര്യങ്ങളും ഇടുന്നതിന് മുമ്പേ കറക്റ്റായിട്ട് ഒന്നുകൂടെ എടുക്കുക. ഈ ഭാഗങ്ങൾ എമരി പിടിക്കുക. അതുപോലെ ഇവിടെ ഒന്നുകൂടെ എമരി പിടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. നമ്മളിപ്പോൾ ഈ ലൈനറും എമരി പിടിച്ചിട്ടുണ്ട്, 2 സൈഡും എമരി പിടിച്ചിട്ടുണ്ട്. ഇതും നമ്മളെ ഡ്രമ്മും എമരി പിടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രമ്മ് കയറ്റിയിടാം. ഓക്കെ, നമുക്ക് ഇടേണ്ടത് ഇതിന്റെ വാഷർ ഇടുക, നട്ടിടുക. നട്ടിട്ടതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്കിത് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നട്ട് വാഷർ ഇട്ടു, നട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 30-ായിട്ടുള്ള ടൈറ്റ് കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു
ആ ഒരു നേരത്തെ കേട്ട ആ മോഡൽ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കേൾക്കില്ല. കാരണം ബെയറിംഗ് ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ബെയറിങ്ങിന്റെ കോൺ ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ സൗണ്ടും കാര്യങ്ങളും എല്ലാം പോകും. അപ്പോൾ ബെയറിംഗ് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫ്രീ ഒരു ടൈറ്റ് പോലെ കിട്ടും. പക്ഷെ അത് ബെയറിങ്ങിന്റെ ആ ഒരു ടൈറ്റ് ആണ്, അല്ലാതെ ലൈനറിന്റെ ടൈറ്റ് അല്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാണ്ട് സാധിക്കും. ഇതുപോലെ ഫ്രീ ആയിരിക്കണം നമ്മൾ ബ്രേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത്. അത് നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ലോക്ക് ചെയ്ത് വിടുക. ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ലോക്ക് ചെയ്ത് വിടുക. നമ്മളിപ്പോ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കപ്പാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കപ്പ് വെച്ചിട്ട് ഒരിക്കലും ഇതിൽ ഇങ്ങനെ അടിക്കരുത്. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം ചളുങ്ങിപ്പോവും. ചളുങ്ങിപ്പോയിട്ട് ആ നട്ടിൽ പോയി മുട്ടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എപ്പോഴും അടിക്കേണ്ടത് ഒരു കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ കപ്പ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ലൈനർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾട്ടോ കേട്ടന്റെ ലൈനർ ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്ററിന്റെ ജാം, അതുപോലെ അഡ്ജസ്റ്ററിന്റെ 2 പ്ലേറ്റ്, ഒന്ന് സൈഡിൽ വരുന്ന പ്ലേറ്റ്, ഒന്ന് ആ ഹോളിന്റെ സെൻട്രലായിട്ട് സൈഡിലായിട്ട് കയറ്റിയിടുന്ന ആ 2 പ്ലേറ്റിന്റെ കാര്യം, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിന്റെ സൈഡിൽ വരുന്ന ആ ലിവർ ജാം ഉണ്ടോ എന്ന് നോക്കണം. പുതിയതായാലും ജാം ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പൊ നമ്മൾ ബ്രേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. ഫുള്ള് ജാം ആക്കി ഇടരുത്. കാരണം ഫുള്ള് ജാം ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ഇങ്ങനെ പെതുക്കെ പിടിച്ച് കടിച്ച് തിരിയുന്നതായിട്ട് തോന്നും. നമ്മൾ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് ലൈനർ ചൂടായിട്ട് ഒന്നി ഇളകിൽ പോകും, അല്ലെങ്കിൽ ബ്രേക്ക് ജാം ആയിട്ട് നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്മളെ വീൽ സിലിണ്ടർ ഒക്കെ മാറി കഴിഞ്ഞിട്ട് എയർ എടുത്തതിന് ശേഷം മാത്രം വേണം ഹാൻഡ് ബ്രേക്ക് കേബിൾ ആ ഉള്ളിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിടാനായിട്ടുള്ളത്. ഇനി ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ആൾട്ടോ കേട്ടന്റെ ലൈനർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഈ ഇതിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.